നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്, മാമ്പഴ പുളിശ്ശേരി. ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി 5 മാമ്പഴമാണ് എടുത്തേക്കുന്നത്. ഇത് നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കണം, കാരണം മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ഈ ടൈപ്പിലെ മാമ്പഴം ചേർക്കുമ്പോഴാണ്. മാമ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ മാമ്പഴം നന്നായിട്ട് കൈവച്ച് പിഴിഞ്ഞെടുക്കണം. കൈവച്ച് പിഴിഞ്ഞെടുക്കാൻ മടിയുള്ളവര് മാമ്പഴം പൂളിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒന്നും ചേർക്കാതെ വേണം മാമ്പഴം പിഴിഞ്ഞെടുക്കാന്. മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും വെള്ളം ചേർക്കരുത്. പിന്നെ എടുത്തിട്ടുള്ളത് 1 മുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില. ഇത് മൂന്നും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇത്രയും ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം തേങ്ങയും ജീരകവും കറിവേപ്പിലയും വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് അരയണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ മാമ്പഴം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇതില്. പിന്നെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. തൈരിലും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇനി എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു മൺകലത്തിലാണ് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പോകുന്നത്. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ഇതേപോലത്തെ മൺകലം അല്ലെങ്കിൽ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പം ഇതേപോലത്തെ മൺകലമൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ വെച്ചാലും മതി. തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടി അരച്ചതാണ് ഇത്. ഇതിലോട്ട് ഇനിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനിയും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളയ്ക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മാമ്പഴം പിഴിഞ്ഞു വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയും 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിപ്പം ആവശ്യത്തിന് കുറുകിയിരിക്കുകയാണ്. ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ തേങ്ങ അരച്ചപ്പം കുറച്ച് വെള്ളം ചേർത്തിരുന്നു, അത്രയൊക്കെ മതിയാവും. ഒരുപാട് വെള്ളം ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം ഈ രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് കടുക് വറുത്തിടാം. അതിനായിട്ട് വേറെ ഒരു പാൻ എടുക്കുക. പാൻ ചൂടായപ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൻമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണ്, നല്ല നാട്ടുമാങ്ങയൊക്കെ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കാണിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്